തേർഡ് ഡേ വ്ളോഗ് നമ്പർ 3. ഗൈസ് ഞങ്ങളിപ്പം എവിടേക്കാ പോണേ? വീട്ടിലേക്ക്. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കയറുണ്ടോ? നമ്മൾ പാടമൊക്കെ കഴിഞ്ഞിട്ടാണ് പോണത്. വലിയ കിണർ. നവ്യന്റെ കല്യാണം നടക്കാൻ പോണ വീടാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ദിസ് ഈസ് നവ്യാസ് മാരേജ് ഹൗസ്. ഇവര് ഓഡിറ്റോറിയത്തിലൊന്നും അല്ല കല്യാണം കഴിക്കുക, ഇവര് ഈ വീട്ടിൽ കല്യാണം കഴിക്കും. പണ്ടൊക്കെ ഇവിടെ എല്ലാവരും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു കല്യാണം കഴിച്ചോണ്ടിരുന്നത്. ഈ ചെറിയ വീട്ടില് ഇതിന്റെ ഉള്ളിലിരുന്ന് ദോശയൊക്കെ ചുടുന്നാണ് നമ്മൾ കേട്ടത്. റോഷനയ്ക്ക് വേറെ വീടുണ്ട്, നവ്യന്റെ മാത്രം വീട്. വെള്ളം ഇതിലെ ഫോട്ടോ എടുത്ത് വെക്കായിരുന്നു. ഇതാണ് റീക്രിയേറ്റ് ചെയ്യാല്ലേ? ഇല്ല കല്യാണത്തിന് ശരിക്കും നവ്യക്ക് ഡ്രസ്സൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു വെള്ള തുണിയാണ് അവരുടെ കല്യാണ ഡ്രസ്സ്. പക്ഷെ നവ്യ സമ്മതിക്കണില്ല. നവ്യക്ക് കല്യാണ സാരി വേണമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ പടത്തിലൂടെ പോവുകയാണ്. പാടം ഇവിടെ പാടത്താണ്, നവ്യന്റെ പാടത്താണ്. ഈ അരിന്റെ പേരാണ് ഗന്ധകശാല. ഗന്ധകശാല പറഞ്ഞ അരി. നമ്മള് റോഷന്റെ വീട്ടിൽ പോയിട്ട് കഴിക്കാൻ പോണ ചോറ് ഗന്ധകശാല അരി വെച്ചിട്ടുള്ള ചോറ്. ഫോറിനർ കണ്ടോ? മിത്ര ട്രക്കിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞു നടക്കാൻ. ഇവിടെ ഒരു കുഴിയുണ്ടേ. അത് നടക്കുള്ളൂ. അവിടെ ചെന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ തോട്ടിലെത്തി. ഇനി തോട് കടന്ന് നമ്മൾ അടുത്ത പാടത്തെത്തും. ഇതിപ്പോ മറ്റേ ഇതില് ചാട് പോലെ ഉണ്ട്, മൈബോസില് 1 കിലോമീറ്റർ കഴിയുമ്പോ ഓരോ വളവ്. 2 വളവുള്ളൂ. ഞാൻ ചാടിക്കോ. ഇതെന്താ പറയടി? തോട്. നവ്യ ബാഗൊക്കെ പിടിച്ച് ചാടാൻ പോണ്. നമ്മൾ കിടക്കാൻ പോവാണ്. നവ്യ അവിടെ തൊട്ടേ ഗ്രന്ഥകശാല പറയണ്ട്. ഇതാണ് ഒറിജിനൽ ഗ്രന്ഥകശാല. ചെറിയ അരി എന്നൊക്കെ റോഷന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ പോയി ചോറുണ്ടുമ്പോ കാണാം. ഓക്കെ, ഇനി ചോറ് തിന്നുമ്പോ പറഞ്ഞ കാണിച്ചു തരും കേട്ടോ. ഇതാണ് നെല്ല്. ഈ നെല്ലിന്ന് ഇപ്പൊ നമ്മൾ അരിയാക്കും. അച്ഛൻ നമ്മൾ ലീവ് ചെയ്തു ഗൈസ്. ടാറ്റാ. അപ്പൊ നവ്യന്റെ അച്ഛൻ ഇത്ര നേരം നമ്മുടെ കൂടെ, ഇത്ര നേരം നമ്മളെ ഒറ്റയ്ക്ക് നടത്താൻ പറ്റാത്തോണ്ട് ഉണ്ടായിരുന്നു. വാ ഇവിടെ നിന്ന് കളിച്ചാലോ. എല്ലാം ഉണ്ട്. വാ, ദിസ് ഈസ് ദ വരമ്പു ഗൈസ്. നമ്മൾ പാടം മാറി പോവായോ? വരമ്പ് കഴിഞ്ഞ് റോഡുണ്ട്, റോഡ് കഴിഞ്ഞ് വീടുണ്ട്. പാടം കഴിഞ്ഞു. അപ്പൊ അതായിരുന്നു നമ്മുടെ പാടം. നമ്മൾ റോഡ് കഴിഞ്ഞു. ഇപ്പൊ വയല് കഴിഞ്ഞ വരമ്പ് കഴിഞ്ഞ് റോട്ടിലെത്തി. പക്ഷെ റോഡെന്ന് പറഞ്ഞാ ഇതാണ് റോഡിന്റെ അവസ്ഥ.
അതെ, നമ്മൾ ട്രെക്കിംഗ് നമ്പർ 2 ആണ്. കേറാൻ പറ്റുന്നില്ല ഗൈസ്. മടുത്ത് ഞങ്ങൾ രണ്ടാമത്തെ ട്രക്കിങ്ങിലാണ്. ഇത്രയും പൈസ ഒന്നും കൊടുത്ത് ചെമ്പര പോകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് റോഷൻ്റെ വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു. ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മൾ നല്ല റൂട്ടിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. റോഡിലേക്ക് എത്താണ്. എന്താ എഴുതിച്ചുണ്ട്. പാടവും വരമ്പും കഴിഞ്ഞ് റോഡെത്തി. നമ്മളിപ്പം മെയിൻ റോഡിലാണ്. ഇപ്പൊ കുറച്ചും കൂടെ സൈഡ് നടന്നില്ല, വണ്ടി കൊണ്ടുപോകും. ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. വിചാരിച്ചപ്പോഴല്ലേ ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും പോലെ നല്ല ടൗൺ. ഇതെന്താ കോപ്പിക്കൂട കൊടുത്തുമ്മൽ. നമ്മൾ ബസ്സിനല്ല പോകുന്നത്. നമ്മൾ റോഡെത്തി ഗൈസ്. ഇപ്പൊ എന്നെ വണ്ടി ഇടിച്ചിട്ട് വ്ളോഗർ നമുക്ക് നഷ്ടപ്പെടുന്നു ഗൈസ്. കുറച്ച് മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുകയായിരുന്നു. ഗ്രന്ഥശാലേനെയാണ് ചെന്തടി, ഗ്രന്ഥശാലേനെ ഗ്രാൻഡ് സ്ഥലം എന്നൊക്കെ. അപ്പോൾ റോഷ്നിന്റെ വീട് ശരിക്കുള്ള സ്ഥലം എവിടെയാന്ന് വെച്ചാൽ നെയ്യമ്പം. നെല്ലിയമ്പം. നടന്നിട്ടും എത്തുന്നില്ല. 10 മിനിറ്റ് എന്നാണ് ഗൈസ് പറഞ്ഞത്. അതെ, പാടം കഴിഞ്ഞ് തോട് കഴിഞ്ഞ് വരമ്പ് കഴിഞ്ഞ് ഓഫ് റോഡ് കഴിഞ്ഞ് മെയിൻ റോഡ് കഴിഞ്ഞ് ചെറിയ റോഡെത്തി. നെക്സ്റ്റ് ഇറക്കെത്തി. ഇവിടെ നമുക്കൊരു പട്ടീൻ്റെ വീട് കാണാം. പക്ഷെ അതിൽ പട്ടിയില്ല. ഭജന മഠം. വൃശ്ചിക മാസത്തിൽ എപ്പോഴും ഭജന നടക്കുന്ന സ്ഥലമാണ് ഇത്. ഭജന മഠം. എത്താറായി ഗൈസ്. നമ്മൾ റോഡൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും പാടത്തിലേക്ക് എത്തി. കാണിച്ചു തരാം പാടം. നെക്സ്റ്റ് വൈൽ. ഈ പാടം നമ്മൾ റീലെടുക്കാൻ പോകുന്ന പാടമാണ്. റീല് നമ്മൾ പിൻ ചെയ്ത് വെക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ്. റീല് കാണാം. നിങ്ങളെല്ലാവരും റീല് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ വീണ്ടും പാടത്തിന്റെ ഉള്ളിലൂടെ. ഇനി പാടത്തിന്റെ ഉള്ളിൽ കൂടെ പോകണ്ടോ? മിത്രയുടെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനൊക്കെ പറയട്ടെ. റോഷന്റെ വീട്ടിലേക്ക് പോവാൻ തുടങ്ങിയിട്ട് കുറെ സമയം. ഇതാണ് റോഷന്റെ വീട്. ഇതാണ് റോഷന്റെ വീട്. റോഷന്റെ വീട്ടിൽ ജനലും വാതിലും ഉണ്ട്. ഈ ജനലിന്റെ ഉള്ളിൽ കൂടി നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചിമയുടെ വീട്ടിൽ പോകും. ജനല് തുറക്കാനും അടയ്ക്കാനും പറ്റും ഗൈസ്. അവിടെ പോയിട്ട് ജനലെടുക്കാം, വീഡിയോ എടുക്കാം. ലോക്കൽസ് ദിവരോട് വെച്ചു നിങ്ങളൊക്കെ എവിടെ? ഞങ്ങളൊക്കെ ലോക്കൽസ്. നമ്മളെ ലോക്കൽസ് ആക്കി കളഞ്ഞു. ഞാൻ പ്രകൃതി സുന്ദരമായിട്ടുള്ള വയൽ കണ്ടിയാ. ദിസ് ഇസ് ദാറ്റ് സെക്കൻഡ് വയൽ. ഞങ്ങൾ വയൽ കാണാത്തവരൊന്നല്ല, എന്നാലും ഇവിടെ ഫുൾ വയലാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതെ, കണ്ടോളൂ. അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. 10 സെക്കൻഡ്സ് അടിച്ച് സ്കിപ്പ് ആവും. നല്ല രസമല്ലേ ഫ്രെയിം. ഇതെന്താ മരം? എന്താ പറയാ, പനയല്ലേ? അല്ലേ, പനമരം. പനമരം. അതുകൊണ്ടാണ് ഇവിടെ പനമരം ചോദിക്കുന്ന ഡൗട്ട്. ഒരു കുടയുള്ളൂ, അത് 100-നില്ല. നമ്മളവിടെ പോയിട്ടുണ്ടെന്നൊക്കെ മിത്ര പറയുന്നുണ്ട്. നീയും പോയിട്ടുണ്ടോ? നമ്മളവിടെ പോയിട്ടുണ്ട്. ലാസ്റ്റ് റോഷന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. സ്റ്റെപ്പ് ഇത്രയും കാണുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് വരാൻ പറ്റില്ല. റോഷിന്റെ അടുത്താ. നവ്യന്റെ കെട്ടിച്ചുവിടുന്ന സ്ഥലം നമ്മൾ കണ്ടില്ലേ? അതൊരു ഇത്തിരി നടക്കാനൊക്കെ ഉണ്ട്. ഇത് ഞാൻ കേറൂ. ഇതാണ് റോഷന്റെ വീട്. ഇതാണ് റോഷിന്റെ ഒറിജിനൽ വീട്.
ഞാൻ മണിക്കുട്ടി കുക്കു. ഇത് കുക്കു, ഇത് മണിക്കുട്ടി. എന്താ കുടിക്കൂല? എനിക്കും തെങ്കു. റോഷ്നി ആൽബം. റോഷ്നിന്റെ ആൽബം. ഇതിലേതാ റോഷ്നി? അവള് പറഞ്ഞു. എവിടെ റോഷ്നി? എല്ലാവർക്കും ഇങ്ങനത്തെ ഫോട്ടോ ഉണ്ടല്ലേ? നവ്യക്കും ഉണ്ടായിരുന്നു അതുപോലെ ഒരെണ്ണം. നവ്യക്ക് റോഷ്നിക്ക് ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. ഇത്രയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ആരിരുന്നില്ലെങ്കിലും ഇത്ര ഇരിക്കും. ഇതാണ് നെല്ലിന്റെ അരി. നമ്മൾ റീൽ എടുക്കാൻ പോവുകയാണ് ഗൈസ്. എനിക്കൊരു കഷ്ണം. Perks of having Muslim friends. എന്റെ ഒന്നും കളയരുത്. പാവം പിള്ളേര് തന്നെ വെയിലുണ്ട് നടക്കണം കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത് എന്താ നമ്മൾ റീൽ എടുക്കാൻ പോവാണ് ഗൈസ്. നമ്മുടെ കൂടെ എന്താ മണിക്കുട്ടിയല്ലേ? മണിക്കുട്ടിയുണ്ട്, കുക്കു ഉണ്ട്. ഇവളുടെ പേരെന്താ? നിവേദ്യല്ലേ? മിന്നുണ്ട്. നടക്കട്ടാ. ഓ, പാടത്തിലെ പിക് ജമ്പിങ്. ചാടിക്കോ ഓടിച്ചാട്. ചെളി ചാടി. പട്ടീനെ ഓടിക്കുന്ന റോഷ്നി. പട്ടി ഓടിപ്പോയി. ആ, റോഷ്നിക്ക് പട്ടീനെ ഓടിക്കാൻ നല്ല കഴിവുണ്ട്. നല്ല രസമുള്ള വെള്ള സാധനം. ദിവ്യ നോക്ക്. മിത്ര ആൻഡ് പാർട്ടി. Yeah, you are right. എന്റെ പൂക്കാളുണ്ടോ? ഇവിടെ നിറച്ച് പോവാ. നമുക്ക് പോവാം. നമ്മളിനി അവരുടെ അടുത്തേക്ക് പോവാണ്. യെസ് ഗൈസ്, യെസ് ഗൈസ്. അവരെവിടെയോ നിൽക്കുന്നുണ്ട്. എവിടെ ഉണ്ട്? നമ്മളെന്താ ചെയ്യണേ? ഇവിടെ നിന്ന് കളിച്ചാ പോരാ. പട്ടി നമുക്ക് പട്ടി പൂതിന. എനിക്ക് ദിവ്യ ക്രൗൺ അനീച്ച് തരുന്നു. വ്ളോഗർ നല്ല രസമുണ്ട്. ഓ, വീഡിയോ അല്ലേ? വ്ളോഗ് ഫുൾ ടൈം ലൈവ് അല്ലേ? ഇനി കിരീടം കൂടെ വന്നേക്കട്ടെ. ഞാൻ വരട്ടെ. എനിക്ക് വേണം. കൊണ്ടുപോയല്ലേ? എന്ത് പറ്റിയില്ല? ഇപ്പല്ല, കൊറേ പണ്ട്. ദിവ്യ സ്വന്തം കിരീടണിയുന്നു. എനിക്കൊരു ഫോട്ടോ എടുത്താ. ഓ, ഇതില് ഫോട്ടോ ഇട്ടു. അയ്യോ, അത് നോക്കിയിരിക്കണം പട്ടി. മോന് വേണോ? മോനൊന്നും തരില്ല. ദുപ്പട്ട വാലി.
പട്ടി പട്ടി ഈ പട്ടി കൊണ്ടാണ് ദിവ എവിടെയൊക്കെ ഞാൻ നല്ലൊരു വീഡിയോ എടുത്തുതരാം. മിത്രന്റെ ഫോട്ടോഷൂട്ടാണ് ഗൈസ്. ഡാൻസ് പ്രാക്ടീസ്. ഇത് നല്ല രസമുണ്ട് വെക്കുന്നത്. റോഷനിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ പൊന്നി. റോഷന്റെ വീട്ടിലെ പൊന്നി എന്നാ വിളിക്കണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ പീസ് എനിക്ക് വേണം പൂ. ടാറ്റാ ടാറ്റാ. അവരെല്ലാവരും അവിടെ ഉണ്ട്. എനിക്ക് ടാറ്റ തരണം. ഉണ്ടെങ്കിലും വേണ്ടിയില്ല. തിരിച്ചു പോവാൻ കുറച്ച്